ശരി, ബൈജു കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷിരൂരിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അവിടെ കടലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് അർജുന്റെ മൃതദേഹമാണോ എന്ന ഉറപ്പില്ല. DNA പരിശോധന വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അത് അർജുന്റേതാണോ എന്ന രീതിയിലുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. KP അഭിലാഷ് കൂടി ചേരുന്നു നമുക്കൊപ്പം. അഭിലാഷ്, നമുക്കറിയാം, നമ്മൾ എത്രയോ ദിവസം ഊണും ഉറക്കവും ഇല്ലാതെ അർജുനായി കാത്തിരുന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. ഈ വയനാട് ദുരന്തത്തിന് തൊട്ടു മുൻപ് വരെയും ആ വാർത്ത വിടാതെ അവർക്കൊപ്പം നിന്നുകൊണ്ട്, കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ടൊരു വലിയ തെരച്ചിൽ അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കർണാടക സർക്കാരും അവസാന സമയത്ത് എല്ലാ രീതിയിലുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സാധ്യമായ എല്ലാ രീതിയിലുമുള്ള തെരച്ചിൽ അവിടെ നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു മൃതദേഹം അവിടെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് പ്രതീക്ഷ എന്ന് പറയാനാകില്ലെങ്കിലും അവരുടെ അവസാനത്തെ ഒരു ആവശ്യം അർജുന്റെ മൃതദേഹമെങ്കിലും കണ്ടെത്തണം, വീട്ടിലേക്ക് എത്തിക്കണം എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ അതിനൊരു പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് വരുന്നത്. പക്ഷേ DNA പരിശോധനയടക്കം വേണമെന്നറിയുന്നു. എന്തൊക്കെ ആണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകപരമായി പങ്കുവയ്ക്കാനുള്ളത്? അശ്വതി സൂചിപ്പിച്ചതുപോലെ ജൂലൈ 16 ആണ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. 19-ാം തീയതിയാണ് അർജുനെ കാണാനില്ല എന്ന പരാതി കുടുംബം ഉന്നയിക്കുന്നത്. ആ നിമിഷം മുതൽ നമ്മൾ ന്യൂസ് 18 സംഘം ആ കുടുംബത്തിൻ്റെ ഒപ്പം തന്നെയാണ് ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് പുറപ്പെടുകയും അധികാരികളുടെ ശ്രദ്ധയിലടക്കം ഈ വിഷയത്തെ ഉയർത്തി കാണിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത ഏറ്റെടുത്തു. അശ്വതി പറഞ്ഞതുപോലെ തന്നെ മലയാളികൾ ഒന്നടങ്കം അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ആയിരുന്നു. അതിനിടയിലാണ് വയനാട്ടിലെ ചൂരന്മലയിൽ വലിയ മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ നമുക്കറിയാം. ഈ ചാലിയാർ പുഴയിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ വരെയൊക്കെ അകലെ നിന്ന് പോലും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അപ്പോൾ ഒരു പ്രകൃതി ദുരന്തത്തിന് ഇരയാകുന്നവർ എത്രത്തോളം ദൂരെ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്ന് എത്രത്തോളം അകലെ നിന്ന്, ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് എത്രത്തോളം അകലെ നിന്നൊക്കെയാണ് മൃതദേഹങ്ങൾ ലഭിക്കുന്നത് എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒന്നാണ്. ഇപ്പോഴും നമ്മൾ പറയുന്നു, ഇത് ഒരു പ്രതീക്ഷയുടെ 1% എന്ന് പോലും പറയാൻ പറ്റില്ല എങ്കിൽ പോലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഈ 16-ാം തീയതി നടന്ന അപകടമാണ്. ഇന്ന് ഇപ്പോൾ നേരത്തെ മനാഫ് സൂചിപ്പിച്ചതുപോലെ 22 ദിവസം പിന്നിട്ടിരിക്കുന്നു. മരണം എന്നത് ഉറപ്പിക്കുമ്പോൾ പോലും ആ കുടുംബത്തിൽ അർജുന്റെ അച്ഛനോ അമ്മയോ ഭാര്യയോ ബന്ധുക്കളോ ഒക്കെ അർജുൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിലോ എന്ന 1% താഴെയുള്ള പ്രതീക്ഷയെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ടാകും. അതിന് ഒരു ഉത്തരം എന്നതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത ഇപ്പോഴും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഗംഗാവാലിയിലെ ഷിരൂരിൽ അപകടമുണ്ടായ പ്രദേശത്ത് നിന്ന് ഏതാണ്ട് 55 മുതൽ 60 കിലോമീറ്റർ വരെ അകലെയുള്ള കടൽ ഭാഗത്ത് നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഗോകർണത്തിനും കുന്താവാരയ്ക്കും ഇടയിലുള്ള ഭാഗത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. മൃതദേഹ അവശിഷ്ടം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു മൃതദേഹത്തിന്റെ രൂപത്തിൽ അല്ല, ഒരു പൂർണ്ണകായ ശരീരം അല്ല ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത് എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണം. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ, അതായത് കർണാടകത്തിലും ദേശീയ തലത്തിലുമൊക്കെ ഈ ഷിരൂരിലെ അപകടം വലിയ തരത്തിൽ വാർത്തയായതാണ്. അതിന് കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ്. ഒരു മലയാളിയെ നഷ്ടപ്പെടുമ്പോൾ, ഒരു മലയാളിയെ കാണാതാകുമ്പോൾ ആ മലയാളിയെ തിരിച്ചു കിട്ടുന്നത് വരെ തിരച്ചിൽ തുടർന്നേ പറ്റൂ എന്ന നിലപാട് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ സ്വീകരിച്ചതോടുകൂടിയാണ് ഇതിനൊരു ദേശീയ പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കർണാടകയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് കേരള അധികൃതരുമായിട്ടും ഒക്കെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു മൃതദേഹം ലഭിച്ചപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ അക്കാര്യം അധികൃതരെ അറിയിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഷിരൂരിലെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് അർജുൻ്റേത്. ഇപ്പോൾ ഈ 22 ദിവസത്തെ കാലപ്പഴക്കം എന്നതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. 22 ദിവസത്തിന് ശേഷം പുഴയിൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിൽ ഒക്കെ അകപ്പെട്ടു പോയ ഒരു മൃതദേഹമോ അതിൻ്റെ അവശിഷ്ടമോ കണ്ടെത്തുക എന്നത് സാധ്യമാണോ? അത് അങ്ങേയറ്റം പ്രയാസകരമല്ലേ എന്ന സംശയമുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതേ മേഖലയിൽ തന്നെ
ഒരു മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ് എന്നത് സംബന്ധിച്ചും വ്യക്തതയില്ല. പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളൊക്കെ ദീർഘദൂരം കടലിലൂടെ സഞ്ചരിക്കുന്നവരാണ്. പലപ്പോഴും ഒഡീഷ തീരത്ത് നിന്നൊക്കെയുള്ള ആളുകൾ പോലും കേരള തീരത്തിന് അടുത്തുവരെയൊക്കെ മത്സ്യബന്ധനത്തിന്റെ ഭാഗമായിട്ടൊക്കെ എത്തും. കേരളത്തിൽ നിന്നുള്ളവർ വരെ ശ്രീലങ്ക പോലെയുള്ള പ്രദേശത്തിന്റെ അതിർത്തിയിലേക്കൊക്കെ പുറപ്പെടുന്നത് കാണാം. അതുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹമാണോ എന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ട് 6 ദിവസമായിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതേസമയം അർജുനെ കാണാതായിട്ട് 22 ദിവസമായി എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റുന്ന വിവരങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായ വിവരങ്ങൾ അല്ല, മറിച്ച് ആ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ പങ്കുവെക്കുന്ന അവരുടെ അനുഭവ സമ്പത്തിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് അവർ പറയുന്നത് 6 ദിവസത്തെ പഴക്കമല്ല. നമുക്കറിയാം, ഈ കടലിലോ അല്ലെങ്കിൽ ഇത്തരം പ്രദേശങ്ങളിലോ ഒക്കെ പലതരത്തിലും മൃതദേഹങ്ങൾ കണ്ടെത്താറുണ്ട്. അത് പലപ്പോഴും മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് കണ്ടെത്താറ്. അവർക്ക് അത്തരത്തിൽ അതൊരു സാങ്കേതികമായ അറിവ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അനുഭവ സമ്പത്ത് കൊണ്ടുള്ള ഒരു അറിവ് വെച്ചിട്ടാണ് അവർ പറയുന്നത് ഈ മൃതദേഹത്തിന് 6 ദിവസത്തെ കാലപ്പഴക്കമല്ല ഉള്ളത് എന്നത്. അതാണ് അർജുനിലേക്ക് കൂടുതൽ സംശയങ്ങൾ എത്തിക്കുന്നത്. കൂടുതൽ പഴക്കമുള്ള മൃതദേഹ അവശിഷ്ടമാണ് കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, നമുക്ക് മുന്നിൽ ഒട്ടേറെ സംശയങ്ങളുണ്ട്. ആ സംശയം എന്നതൊക്കെ വെറും 1% പോലും പ്രസക്തിയില്ലാത്തതാകാം. എങ്കിൽ പോലും നമ്മൾ തുടക്കം മുതൽ സൂചിപ്പിക്കുന്നുണ്ട്, അർജുൻ ഒരുപക്ഷെ ക്യാബിൽ ആയിരുന്നിരിക്കാം, ഈ ഭാരത് ബെൻസ് വണ്ടിയുടെ ക്യാബിനിൽ ആയിരുന്നിരിക്കാം, ലോറിയുടെ ക്യാബിനിൽ ആയിരുന്നിരിക്കാം ഈ അപകടം സംഭവിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. ആ ക്യാബിനിൽ എത്രത്തോളം അതിനെ പ്രതിരോധിക്കാൻ, ഈ അപകടത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്, അതിനകത്ത് ദിവസങ്ങളോളം അതിജീവിക്കാനൊക്കെ പറ്റുന്ന സംവിധാനമുണ്ട് എന്ന് ഈ മേഖലയിൽ നിന്നുള്ളവർ പറഞ്ഞതും നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അപകടത്തിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും അങ്ങനെ പ്രതിരോധിക്കുക എന്നത്. അങ്ങനെ ക്യാബിനുള്ളിൽ പെട്ടുപോയ വലിയ കേടുപാടുകൾ ഇല്ലാതിരുന്ന മൃതദേഹം പിന്നീട് പുഴയിലേക്ക് എത്തിയതാകാം, അല്ലെങ്കിൽ അതിനുശേഷം ആ പുഴയിൽ നിന്ന് അത് കടലിലേക്ക് ഒഴുകിയെത്തിയതാകാം. അങ്ങനെയൊക്കെയുള്ള നിരവധി സംശയങ്ങളാണ്. അഭിലാഷിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ കെ എം അഭിജിത്ത്